നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. കേരളത്തിന്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്നു മുതൽ പ്രവർത്തന സജ്ജമാകും. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ ചരക്ക് കപ്പലായ ലോകത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെക്സിന്റെ സാൻ ഫെർണാണ്ടോയ്ക്കുള്ള ഔദ്യോഗിക സ്വീകരണം ഇന്ന് നടക്കും. വിഴിഞ്ഞം തുറമുഖത്ത് രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്ക് കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും. കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും പങ്കെടുക്കും. ഇന്ന് നടക്കുന്ന ചടങ്ങിന് വമ്പൻ ജനാവലിയെ പങ്കെടുപ്പിക്കാനാണ് സർക്കാർ തീരുമാനം. സംസ്ഥാന മന്ത്രിമാർ, വിശിഷ്ട വ്യക്തികൾ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശന് ക്ഷണമില്ല. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി മുന്നണികൾ തമ്മിൽ തർക്കം. ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. VD സതീശനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതിൽ UDF നേതൃത്വം പ്രതിഷേധം അറിയിച്ചു. പുനരധിവാസ പാക്കേജ് ഇടതു സർക്കാർ നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ശശി തരൂർ MPയും ചടങ്ങിൽ പങ്കെടുക്കില്ല. ട്രയൽ റൺ ആയതുകൊണ്ടാണ് എല്ലാവരെയും ക്ഷണിക്കാതിരിക്കുന്നതെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ശക്തമായ പിന്തുണക്കാരനാണെങ്കിലും ട്രയൽ റണ്ണിൽ പങ്കെടുക്കില്ലെന്ന് ശശി തരൂർ MP പറഞ്ഞു. ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നഷ്ടപരിഹാരത്തിനും പുനരധിവാസത്തിനും വേണ്ടിയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. UDF സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ നിലവിലെ LDF സർക്കാർ പാലിച്ചിട്ടില്ലെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. അതേസമയം വിഴിഞ്ഞം തുറമുഖം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞം ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാറ്റി നിർത്തിയത് എന്തിനെന്ന ചോദ്യവുമായി ചാണ്ടി ഉമ്മൻ MLA. പ്രതിപക്ഷ നേതാവ് വന്നാൽ ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമെന്നും അത് ഭയന്നാണ് അദ്ദേഹത്തെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്നും ചാണ്ടി ഉമ്മൻ അഭിപ്രായപ്പെട്ടു. ഒരു ശക്തിയും തടയാനാവില്ലെന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നിലപാടിനുള്ള തെളിവാണ് വിഴിഞ്ഞം പദ്ധതിയെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം അതിമനോഹരമാണെന്നും കോവളം രാജ്യത്തെ ഏറ്റവും കരുത്തുള്ള ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാണെന്നും രാജ്യത്തെ ഏറ്റവും പരിഷ്കൃതമായ ജനങ്ങളുള്ള നാടാണ് കേരളമെന്നും കേന്ദ്ര തുറമുഖ, ഷിപ്പിംഗ്, ജലഗതാഗത വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ നടന്ന വിനോദസഞ്ചാര മേഖലയിലെ പങ്കാളികളുമായുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പദ്ധതി വിഹിതം വെട്ടിച്ചുരുക്കാനുള്ള നടപടിയുമായി സർക്കാർ. നടപ്പ് പദ്ധതികൾക്ക് ഇനി മുതൽ മുൻഗണനാക്രമം നിശ്ചയിക്കും. മുൻഗണന തീരുമാനിക്കാൻ 7 മന്ത്രിമാർ ഉൾപ്പെട്ട ഉപസമിതിയെ തീരുമാനിച്ചു. പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ തീരുമാനമെടുക്കുന്നത് മന്ത്രിസഭ ഉപസമിതിയാകും. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. നികുതി ഇതര വരുമാനം കൂട്ടാനാണ് തീരുമാനം. ഫീസുകൾ പരിഷ്കരിക്കും. ഇതിനായി ഈ മാസം 20 മുൻപ് വകുപ്പ് സെക്രട്ടറിമാർ നിർദ്ദേശം നൽകണം. സംസ്ഥാനത്തെ പനിബാധിതരുടെ എണ്ണം ഉയരുന്നതായി റിപ്പോർട്ട്. 13,196 പേർ ഇന്നലെ പനി ചികിത്സക്കായി ആശുപത്രിയിലെത്തി. 145 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 416 പേർ ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണവുമായി ചികിത്സയിലാണ്. കൂടാതെ 42 പേർക്ക് H1N1 പനിയും സ്ഥിരീകരിച്ചു. രോഗവ്യാപനം തുടരുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSC കോഴ ആരോപണത്തിൽ അന്വേഷണം വേണമെന്ന് CPM നേതാവ് പ്രമോദ് കോട്ടൂളി. പാർട്ടിയുടെ മുഖമാണ് ആരോപണത്തിലൂടെ വികൃതമായതെന്നും പാർട്ടി അന്വേഷണത്തിനൊപ്പം തന്നെ ഭരണതലത്തിലുള്ള അന്വേഷണം വേണമെന്നും ആരോപണ വിധേയനായ പ്രമോദ് വ്യക്തമാക്കി. പാർട്ടി നടപടികളോട് സഹകരിക്കുമെന്നും പ്രമോദ് കോട്ടൂളി പറഞ്ഞു. ശനിയാഴ്ച ചേർന്ന CPM ജില്ലാ കമ്മിറ്റി വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അരൂർ തുറവൂർ ദുരിതയാത്രയ്ക്ക് പരിഹാരം വാഹനങ്ങൾ വഴിതിരിച്ചു വിടുക മാത്രമാണെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ. അതിനായി ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും കളക്ടർ അറിയിച്ചു. വലിയ വാഹനങ്ങൾ അരൂർ തുറവൂർ ദേശീയപാത വഴി വരാൻ അനുവദിക്കില്ല. റോഡിലെ കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് അടക്കും. ഓടകൾ നിർമ്മിക്കാൻ റോഡിന് അടച്ചിടേണ്ടി വരുമെന്നും മേൽപ്പാത നിർമ്മാണം കഴിഞ്ഞ ശേഷം മാത്രമേ ഓട നിർമ്മിക്കാനാവൂ എന്നും കളക്ടർ പറഞ്ഞു.
നികുതി വെട്ടിച്ചെന്ന കേസിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പുതുച്ചേരി വാഹന രജിസ്ട്രേഷൻ വഴി സുരേഷ് ഗോപി നികുതി വെട്ടിച്ചെന്നാണ് കേസ്. വിടുതൽ ഹർജി നൽകിയ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. എന്നാൽ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് സുരേഷ് ഗോപിയുടെ ആവശ്യം. തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് രാഷ്ട്രീയ വിജയമാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP. CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് തൃശൂരിലെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തൃശൂർ മേയർ MK വർഗീസ് BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പലതവണ പുകഴ്ത്തിയിട്ടും CPM വിലക്കിയിട്ടില്ലെന്നും പാർട്ടിയുടെ അറിവോടെയാണ് മേയറുടെ പ്രവൃത്തികൾ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തൃശൂർ മേയർ MK വർഗീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി CPI നേതാവ് VS സുനിൽകുമാർ. മേയർ പ്രവർത്തിച്ചത് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടിയാണെന്നും വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മേയറുടെ പേരിൽ ഇടതുപക്ഷ ഐക്യം തകർക്കാൻ താൽപ്പര്യമില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. കാലവർഷം സജീവമാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ശനി ഞായർ ദിവസങ്ങളോടെ വടക്കൻ കേരളത്തിൽ ചെറിയ തോതിൽ കാലവർഷം ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പ്. ആഗോള മഴപാത്തിയുടെ സ്വാധീനത്തിൽ വരും ദിവസങ്ങളിൽ പശ്ചിമ പസഫിക്കിലും തെക്കൻ ചൈന കടലിലും ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴികളോ ന്യൂനമർദ്ദങ്ങളോ രൂപപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഓട്ടിസം ബാധിതനായ വിദ്യാർത്ഥിയെ സ്കൂളിൽ നിന്ന് നിർബന്ധിച്ച് പുറത്താക്കിയെന്ന ആരോപണം ഉയർന്ന സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൈക്കാട് ഗവൺമെൻറ് മോഡൽ സ്കൂളിലെ പ്രധാന അധ്യാപകനെതിരായാണ് ആരോപണം. സ്കൂളിൽ നടന്ന ഒരു പൊതുപരിപാടിക്കിടയിൽ കുട്ടി ശബ്ദമുണ്ടാക്കിയെന്ന് പറഞ്ഞ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയായിരുന്നുവെന്നും സ്കൂളിൽ നിന്ന് TC വാങ്ങാൻ പ്രിൻസിപ്പൽ കുട്ടിയുടെ അമ്മയ്ക്ക് നിർദ്ദേശം നൽകിയെന്നുമാണ് ആരോപണം. ചട്ടങ്ങൾ ലംഘിച്ച് റോഡിൽ വാഹനം ഇറക്കുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. മിക്ക IAS IPS ഉദ്യോഗസ്ഥരും ബീറ്റൻ ലൈറ്റ് വെച്ചും സർക്കാർ എംബ്ലം വെച്ചുമാണ് യാത്ര ചെയ്യുന്നത്. ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ബീറ്റൻ ലൈറ്റ് നൽകിയിരിക്കുന്നത്. ചട്ടലംഘനം നടത്തിയ വാഹനങ്ങൾക്കെതിരെ സ്വീകരിച്ച നടപടികൾ ഇന്ന് അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.